everyone, welcome back to my YouTube channel. So നമ്മൾ 4 പേരും കൂടെ ഇന്ന് കണ്ടോ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. എന്താന്ന് പറയുന്നതിന് മുമ്പ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈദാണ്. പക്ഷെ നമ്മൾ വീഡിയോ എന്താണ് പൊഞ്ചി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഷോർട്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊഞ്ചി വന്നിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്കായിട്ട്. എന്നെ കുറച്ച് ദിവസത്തേക്ക് തിരിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ ഉള്ളപ്പോൾ ഒന്നും അല്ലേ, കുറച്ച് ദിവസം കൂടെ ഉള്ളപ്പോൾ വെറുതെ കൂട്ടാം എന്നൊക്കെ ഓർത്തു. പൊഞ്ചിനെ ആരോ ജർമ്മനിയിൽ നിന്ന് കണ്ടിട്ട് എന്തൊക്കെയോ ഇല്ലായിരുന്നോ, ജർമ്മനിയിൽ നിന്ന് കണ്ടിട്ട് പൊഞ്ചെടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ തന്നെ അങ്ങനെയായിരുന്നു. അപ്പൊ അത് പൊഞ്ചിയും ഒരു വന്നു കഴിഞ്ഞാല് വൃത്തിയുടെ പറഞ്ഞൂല്ലേ അങ്ങനെ പറയാം. അത് ശരിയാ, നമ്മൾ കോമാളി ഒന്നുമല്ല, നമ്മളിങ്ങനെ നോർമലായിട്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുക്കിംഗ് ആണ്. എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? നഗറ്റ്സ്. ഇത് നമ്മൾ ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ചേക്കണാണ്. ഫ്രൈഡ് റൈസും നഗറ്റ്സ് ചില്ലിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കൻ അല്ല, ചില്ലി നഗറ്റ്സ്. നഗറ്റ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് ചില്ലി ഉണ്ടാക്കാന്ന്. പൊഞ്ചിയുടെ കയ്യിലിരിക്കുന്നത് എണ്ണയാണ്. നമ്മള് പൊഞ്ചി ആക്ച്വലി കൊണ്ടുവന്ന മേടിച്ച കുപ്പിയല്ല, അത് ആക്ച്വലി ഭയങ്കര നല്ല സ്പ്രേ ചെയ്യുന്നതാണ്. ശരിക്കും കാണിച്ചു കൊടുക്കട്ടെ. അത് ഇതിന്റെ അകത്ത് കാണത്തില്ല, അടുത്ത് പോയി കാണിച്ചു കൊടുക്കണം. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്താൽ മതി. കണ്ടോ, അങ്ങനെ നല്ലൊരു നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇവിടെയും കിട്ടും. ഞാൻ ശരിക്കും ഇന്നാണ് കാണുന്നത് ഇതിനെ പറ്റിട്ട്. അതെ, സമ്മതിക്കുന്നില്ല നമ്മളെ നിനക്ക് തുടങ്ങാം. അപ്പൊ ഇത് സുന്ദാന്റെ ഓൾറെഡി നമ്മുടെ കുറച്ച് സവാള, പിന്നെ ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി അല്ലേ, കഴിക്ക് വെളുത്തുള്ളി. ഒരു മിനിറ്റ് നമ്മള് പറഞ്ഞു കൊടുക്കട്ടെ. അമ്മ അപ്പത്തേക്ക് അങ്ങോട്ട് വാട്ട് ഇസ് ദിസ് ടൈം. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം ഇവിടെ വെക്കാം. ഇനി അതിന് ശേഷം നമ്മൾ നഗറ്റ്സ് എയർ ഫ്രൈ ചെയ്തിട്ടാണ്, നമ്മൾ കണ്ടല്ലോ നമ്മളെല്ലാരും ഹെൽത്തി പോകുന്നത്. ഒരാളങ്ങോട്ട് പോകുന്നു. ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തത്. എന്തൊരു മെസ്സാണ്, മാറി നിൽക്കുക അങ്ങോട്ട് പറഞ്ഞു. അപ്പം നമുക്ക് എയർ ഫ്രൈയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കാണിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മൾ ഓൾറെഡി എയർ ഫ്രൈയില് ഇത്ര നഗറ്റ്സാണ് നമ്മൾ ആദ്യം ഇടുന്നത്. അത്ര കയറത്തുള്ളോ? ഓൺലി ദാറ്റ് മച്ച്. അപ്പൊ ബാക്കി ഇത്രയും ഉണ്ട്. പക്ഷെ നമുക്കത് വഴിയെ ചെയ്യാമല്ലേ. അപ്പോ ആദ്യം നമുക്ക് എല്ലാ സമയം എടുത്ത്, ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു അഖിലസാഗര മൊഴിയാണല്ലേ. അമ്മ ഭയങ്കര അങ്ങോട്ട് ഇച്ചിരി പൊക്ക അങ്ങോട്ട് അവര് കാണട്ടെ. എല്ലായിടത്തും തന്നെ ആവണല്ലോ. അല്ല അതെ, അമ്മയ്ക്ക് ഇത് തീർത്തിട്ട് ഞാൻ ഇത് പുറത്തു പിടിക്കാം, അല്ലെങ്കിൽ കേൾക്കത്തില്ല. അമ്മയ്ക്ക് ഇത് തീർത്തിട്ട് ഒന്ന് ഇങ്ങനെ സമാധാനപരമായിട്ട് ഇരിക്കണം. ഞാൻ സമാധി എന്നാ പറഞ്ഞത്, സമാധി അങ്ങനെ വന്നതാ എന്റെ പൊന്നെ. അപ്പൊ അമ്മയ്ക്ക് എന്നത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓണാക്ക്. നമ്മൾ എയർ ഫ്രയറിൽ എത്രയാണ് വെക്കുന്നത്? നമ്മൾ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആദ്യം ചെയ്യും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യും. കുറച്ചും കൂടി ക്രിസ്പി ആവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒരു 5 to 6 മിനിറ്റ്സ് ഒന്നും കൂടി വെക്കും. അക്കോർഡിംഗ് ടു ഇതിപ്പം ഡീഫ്രോസ്റ്റ് ചെയ്തു, അതുകൊണ്ട് അധികം വെക്കേണ്ടി വരില്ല. ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് നന്നായിട്ട് വെക്കേണ്ടി വരിക അല്ലേ. ഇത് നമ്മള് എന്താണ് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് എത്ര നേരം? 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് 170 ലേറ്റർ നോക്കിയിട്ട് ഇത് വേവട്ടെ. അല്ല, ഇത് ഫ്രൈ ആവട്ടെ. വേവട്ടെ. നമുക്ക് അപ്പത്തേക്കും നമ്മൾ എന്താ അടുത്ത തിരിയുന്നു. ഓക്കെ, അപ്പത്തേക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ട് പോയ എന്റെ അമ്മേ. ഈ സാധനങ്ങളെ ധൃതി നഹി ചാഹിയേ. ഓക്കെ, ठीक है, आराम से हम ये फ्राइड राइस और चिल्ली नगेट्स बनाएंगे. ठीक है. അപ്പോ അടുത്തത് അച്ചാർ നഹി അച്ഛാ. അപ്പോ
ഇനി അടുത്തത് ഇത് എന്തിനു വേണ്ടിട്ട് നമ്മളെ ചില്ലിക്ക് വേണ്ടിട്ടുള്ളതാണ്. വെജിറ്റബിൾസ് വേണ്ടേ? ഓണിയൻ, ക്യാപ്സിക്കം, ജിഞ്ചർ, ഗാർലിക്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ദേർ. കുറച്ച് ആൾക്കാരുള്ളപ്പോൾ ഓളുണ്ടാവും പറയുമ്പോൾ പൊഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഓടിക്കോ, ഒന്നുകൂടെ ഓടിക്കോ. അത് കാണത്തില്ല, അത് കാണത്തില്ല. എന്തൊക്കെയാണോ ദൈവമേ ഇവിടെ നടക്കണത്. ഒന്നുകൂടെ ഇങ്ങോട്ട് ഓടിക്കോ. ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയിട്ട് ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയിട്ട് ഇങ്ങനെ ഓടിക്കോ. നീന്തുവാണോ? ഓക്കെ, അപ്പൊ റെഡി നമുക്ക് കുക്ക് ചെയ്യാം. നമ്മള് ടോപ്പിക്കിന് തന്നെ മാറുന്നു. എന്താണ് ആദ്യം നമ്മള് കത്തിച്ചു, കത്തിക്കുന്നു, പിന്നെ എണ്ണ അല്ലേ? ഓയിൽ, കോക്കനട്ട് ഓയിൽ എത്ര ഇടണം? അതൊരു എനിക്കൊരു ഒരു അളവൊന്നുമില്ല. ഇല്ല, ഒന്നും ചെയ്യാണ്ട് അവിടെ ബാക്കിൽ ഇരുന്നിട്ട് കക്കക്കാന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് സുന്ദാന്റിയും പൊഞ്ചി. രണ്ടുപേരും ഇങ്ങോട്ട് വാ. പൊഞ്ചി ഇങ്ങോട്ട് വാ. ഓക്കേ, അപ്പത്തേക്ക് അമ്മച്ചിക്കെട്ട് കെട്ടിയിട്ട് നിൽക്കുവാണ്. അതെന്താണ് എഴുതിയേക്കണം നോക്കട്ടെ. ഹാവ് എ ഡേ ഓഫ്. അല്ലെങ്കിലും ഇപ്പൊ ഫുൾ ഡേ ഓഫ് ആണ്. അതിന്റെ കൂടെ ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഫസ്റ്റ് ഇല്ല എണ്ണ ചൂടായപ്പോ ജിഞ്ചറും ഗാർലിക്കും. ഓക്കെ, ജിഞ്ചറും ഗാർലിക്കും കൂടെ ആദ്യം ഇട്ടു. അതൊന്നേ ആ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ഫ്രൈ ആവണം. അത് ഫ്രൈ ആവണം. അന്നേരം അതിന്റെ ടേസ്റ്റ്, അതിനൊരു പ്രത്യേക തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഇതെന്തിനാണ് ഇപ്പൊ ജിഞ്ചറും ഗാർലിക്കും കൂടെ ഫ്രൈ ആവട്ടെ. ഫ്രൈ ആവണം അല്ലേ? ഒരു സ്മെല്ലും. ഓക്കെ, ഫ്രൈ ആവണം. ഫ്രൈ ആവട്ടെ, അതിനൊരു പ്രത്യേക സ്മെല്ല് വരും. ഓക്കെ, ഇങ്ങോട്ട് വാ. പൊഞ്ചിയുടെ കൈ മാത്രം കണ്ടാ പോരല്ലോ. ബോഡി ആർ ഫിഗർ ആർ നൈസ് സ്കിൻ എല്ലാം പറ പൊഞ്ചി. എന്താ അമ്മയ്ക്കൊരു ഇവരുണ്ടല്ലോ, ഇവര് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് സുന്ദാന്റി അമ്മയും കൂടെ ഒരിത് പഠിച്ചു. മാമല മുരുകൻ ആ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കൊടുത്ത അമ്മ. പിന്നെ എന്തിനാ ഇപ്പൊ മാമല മുരുകനൊക്കെ കൊണ്ടാട്ടോ. അതെ, സുന്ദാന്റി അവിടെ ഡാൻസ് കളിക്കാം. വാ, രണ്ട് അങ്ങോട്ട് വാ. അമ്മയ്ക്ക് നാണായി ഗൈസ്. പെട്ടെന്ന് അങ്ങോട്ട് നാണം വന്നു. നാണമൊന്നുമില്ല, അതങ്ങനെ വെറുതെ അങ്ങ് കളിക്കാൻ പറ്റുമോ? പിന്നെ വെറുതെ കളിക്കുന്നതിനല്ലാണ്ട് പാട്ട് വെച്ചായിരുന്നു. പാട്ടൊക്കെ വെച്ച് പ്രൊഫഷണൽ ആയിട്ട് മുരുകനക്ക് കൊണ്ടാട്ടം, മാമന മുരുകനക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അണിയൻ. നമ്മൾ അണിയൻ ഇടുവാണ് മൊത്തം. എല്ലാം പറയൂലേ? ഓനിയൻ ഉണ്ടല്ലോ, മുറിച്ചത് ഇങ്ങനെ സ്ലൈസ് ആയിട്ടല്ല, ഒരു ക്യൂബ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ക്യാപ്സിക്കം ഇടണ്ട. ക്യാപ്സിക്കം അവസാനം. അതൊന്ന് വേഗം ഇതൊന്ന് ട്രാൻസ്പെറന്റ് ആവുമ്പോ, ട്രാൻസ്പെറന്റ് പറഞ്ഞാൽ വഴട്ടി. സോൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിങ്ക് സോൾട്ട് ആണ്. ഹിമാലയൻ പിങ്ക്. സാധാരണ സോൾട്ട് ഉപയോഗിക്കാം, പിങ്ക് ഉപയോഗിക്കാം. ഊഫി കുരയ്ക്കുന്നുണ്ട്. ഊഫിനെ നമ്മൾ അകത്തോട്ട് കയറ്റാൻ പോവാണ്. സുനിതാനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സുന്ദാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സുന്ദാനിയുടെ ആശീർവാദങ്ങളോട് കൂടെ നമ്മൾ ഊഫിനെ അകത്തോട്ട് കയറ്റുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. ഇതാവാൻ ഇനി സമയം എടുക്കുമോ? കുറച്ച് സമയം. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ണീന്ന് അണിയൻ നമ്മുടെ സവാള എന്തായി? കുറച്ചൊരു ഇതുണ്ടോ, ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആയി. അത് ലൈറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മേ ലൈറ്റ് ബ്രൗൺ ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ബ്രൗൺ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, ലൈറ്റ് ബ്രൗൺ ആയി. എന്നിട്ട് നമ്മൾ ഇനി ക്യാപ്സിക്കം ഇടുകയാണ്. മറ്റേ നമ്മുടെ അച്ചുവിൻ്റെ അമ്മേൻ്റെ അകത്ത് ഉർവശി മറ്റൊരു ഇതില്ലേ, ഉർവശിയുടെ ഒരു ഇത്. അമ്മ ഇനി ഇംഗ്ലീഷിൽ കുക്ക് ചെയ്യാം. നോട്ട് കണ്ടിന്യൂസ്ലി, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സം സ്റ്റിർ. ആൻഡ് ഓൾസോ നമ്മുടെ നഗറ്റ്സ്, വേർ ഇസ് ആർ നഗറ്റ്? ഓക്കെ, ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കാറില്ല. ഇഫ് യു വാണ്ട് ടു ടെൽ സംതിങ് യു ക്യാൻ കം ഹിയർ ആൻഡ് ടെൽ. സ്റ്റിർ ഫ്രൈക്ക് വേണ്ടിയിട്ട് എപ്പോഴും
ഐഡിയലി യു നീഡ് എ വോക്ക് സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഇത് കടായി അല്ലേ പറയാം, ഇത് വലിയ കടായി പോലെ തന്നെ വോക്ക് പോലെ സാധനം ഉണ്ടാവും. സ്റ്റിർ ഫ്രൈ സാധനങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ മേക്കിംഗ് സംതിങ് ഹൈ ഹീറ്റിൽ ഹൈ ഹീറ്റിൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് മാറണം. അല്ലെങ്കിൽ ഒന്നുകിൽ കരിയും. ഹൈ ഹീറ്റിൽ ചെയ്യുന്ന കാരണം ആ ക്രിസ്പിനെസ് വിൽ ബി ദയർ. ചില്ലി ചിക്കൻ്റെ ആ ഒരു ക്രിസ്പി, അനിയൻസ് വിൽ ബി ക്രിസ്പി, ക്യാപ്സിക്കം വിൽ ബി ക്രിസ്പി, കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. നോ സ്പ്രിംഗ് ആനിയൻ. ഓക്കെ. സോ നമ്മളിവിടെ ഇത് ഇനി റെഡി ആവുന്ന സമയത്ത് അപ്പുറത്ത് നമ്മൾ ഓൾറെഡി നഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എയർ ഫ്രൈ ചെയ്യാൻ. അതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാവേ. ഓക്കെ, അപ്പം നമ്മുടെ ടൈമർ 10 മിനിറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആയോ? ഒന്ന് തിരിച്ചിടണം അല്ലേ? അത് കാണിച്ചു കൊടുത്ത് പൊക്കി കാണിച്ചു കൊടുക്കുക, കാണത്തില്ല. ഇങ്ങനെയാണ് കിടക്കണത്. ഒന്ന് തിരിച്ചിടാം. തിരിച്ചിടണോ? തിരിച്ചിട്ട് നോക്കി ഞാൻ കഴിച്ചു നോക്കട്ടെ. ആയിട്ടില്ല. അപ്പൊ കുറച്ചു നേരം കൂടെ തിരിച്ചിട്ടല്ലോ. എല്ലാം തിരിച്ചിട്ടിട്ട് ഇനി എത്ര നേരം കൂടെ വെക്കണം? 5 മിനിറ്റ് കൂടെ. അപ്പൊ നമ്മളെല്ലാം ഇതാ ഇവർ ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാം തിരിച്ചിട്ടിട്ട് കല്ല് പോലെ ആവരുത്. ഇപ്പൊ സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കണേ? അതെ. അടുത്ത വർഷം 5 മിനിറ്റും കൂടി ചെയ്യണം. അടുത്ത സൈഡ് കുറച്ച് മലയാളത്തില് മുൻഷി ആ ട്യൂണ് ഞാൻ മറന്നു, അത്ര എനിക്കറിയുള്ളൂ. പിന്നെ നമ്മുടെ അപ്പൊ ഇതെല്ലാം തിരിച്ചിട്ടിട്ട് നമുക്ക് വരാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? മസാല ഇടാം. ഓക്കെ, ഇനി നമ്മൾ നഗറ്റ്സ് ഒന്നുകൂടെ 5 മിനിറ്റ്സ് വെക്കണം. അപ്പുറത്ത് നമ്മൾ പോയിട്ട് കുറച്ച് മസാലകളൊക്കെ ഇടാനുണ്ട്. നമുക്കിനി അത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മളുടെ അടുത്തത്? ഞാൻ മസാല ഇടട്ടെ. മസാല ഇടുവോ? നമ്മുടെ മസാല സ്റ്റേഷൻ ഒന്ന് കാണണം നിങ്ങൾ. മസാല വെച്ചിടും. മുളകും മഞ്ഞൾ പൊടി ഇടും. അതിടാ. അത് അവസാനിച്ച് മുളക് പൊടി ഇടണ്ടേ? ഇവിടെ എത്ര പേരാ കുക്ക് ചെയ്യാനുള്ളത്? എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. നമ്മുടെ ഈ സാധനം ഒന്ന് കാണിക്കട്ടെ. ഒന്ന് തുറന്ന് അമ്മ നമ്മുടെ ഈ സെറ്റപ്പ് ഒന്ന് കാണിച്ചെടുക്കട്ടെ. നല്ല രസമില്ലേ? പക്ഷെ ഇതെല്ലാം ഒരേ പോണക്കത്ത് ഒരേ കളറാണ്. നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഞാൻ മാറ്റി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ ഒരേ കളർ അല്ലെങ്കിലും ഭംഗിയുണ്ട്. ഒരേ സൈസ് ഒരേ ഇതല്ലേ? അല്ലെങ്കിലും ഭംഗിയൊക്കെ ഉണ്ട്. ഭംഗിക്ക് കുറവൊന്നുമില്ല. അടുത്ത് എന്തൊക്കെയാ അമ്മ ഇടുന്നത്? ഇത്തിരി മഞ്ഞൾ പൊടി. ഇത്തിരി മഞ്ഞൾ പൊടി. ഇത്തിരി ഒരു മഞ്ഞൾ പൊടി ഇട്ടാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ എന്തിലും. ഓക്കെ. പിന്നെ കാശ്മീരി ചില്ലി എരിവിന്. അതെന്താ വേണ്ടിട്ട് പച്ചമുളക് ഇട്ടാലും മതി. പക്ഷെ കാശ്മീരി ചില്ലി ഇടുമ്പോൾ നല്ല റെഡ് കളർ വരും. ആ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കാശ്മീരി ചില്ലി നമ്മളിവിടെ കാശ്മീരി ചില്ലി മാത്രമേ ഉപയോഗിക്കുള്ളൂ. മറ്റേ ചില്ലി ഉപയോഗിക്കുകയില്ല. ഇതിന് എരിവ് കുറവാ. എല്ലാവർക്കും ഇവിടെ അത് കാശ്മീരി ചില്ലി വാങ്ങുന്നത് എന്താന്ന് അറിയാമോ? പറയണമെന്നുണ്ട്. സുന്ദരിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷെ എല്ലാം കൂടെ തകർക്കണ്ടെന്ന് ഓർത്തത് കൊണ്ട് തന്നെ കുറച്ച് അതിന്റെ ആ ഒരു പച്ചപ്പ് ഇത് മാറും. ടേസ്റ്റ് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. പച്ചപ്പും ഹരിതാപവും പച്ചച്ചവ. എനിക്ക് നന്നായി വിശക്കുണ്ട് കേട്ടോ. വേഗം ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇല്ലേ? വിശന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച നഗറ്റിന്റെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ആ സംഭവം റെഡി ആയിട്ട് എൻ്റെ അമ്മ അതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുറിച്ചു. നമുക്കൊരെണ്ണം കഴിച്ചു നോക്കാം. മൊത്തത്തിൽ വെന്തോ നോക്കാൻ. വെന്തോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ? അതാ സുന്ദരൻ്റെ ഇവിടെ സാലഡിന് വേണ്ടിയിട്ടോ ആപ്പിളും അന്നാറും ഇത്രയും സാധനം വെച്ചിട്ട് അമ്മ അവിടെ പറയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നിൽക്ക. അമ്മ ഒരു മിനിറ്റ് പോയിച്ച് അമ്മ അവിടെ പോയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മളിവിടെ സാലഡ് ഉണ്ടാക്കി അടുത്ത ബാച്ചും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് നഗറ്റ്സിൻ്റെ. അതും കൂടെ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് അത് പോയി നോക്കാം. കാരണം ഇനി എന്തൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കൊടുക്കൂ. എന്തൊക്കെ ആഡ് ചെയ്യണ്ടേന്ന് പറഞ്ഞു കൊടുക്കൂ.
സോ ഫസ്റ്റ് കോൺഫ്ലവർ നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വി യൂഷ്വലി യൂസ് കോൺഫ്ലവർ. പക്ഷേ കോൺഫ്ലവർ ഇവിടെ ഇല്ലാത്തത് കാരണം നമ്മൾ ആരോ റൂട്ട് പൗഡർ എടുക്കുന്നു. ആരോ റൂട്ട് പൗഡറിന് പകരം മൈദയും ആക്കാം, അല്ലെങ്കിൽ റൈസ് ഫ്ലോറും ആക്കാം. ഓക്കെ, അതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? അപ്പോൾ 1 ബിഗ് ഹീപ്പ് ആരോ റൂട്ട് പൗഡർ എടുക്കുക. ദെൻ യു ആഡ് ചില്ലി ഫ്ലേക്സ് അവസാനം. ചില്ലി ഫ്ലേക്സ് അല്ല, പിന്നെ സോയ സോസ് ആഡ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ആ ഓക്കെ, സോയ സോസ് 2 ടേബിൾ സ്പൂൺ കൂടെ കാണിക്കൂ ഗൈസ്. 2 വലിയ ടേബിൾ സ്പൂൺ നോക്കാം. ഇങ്ങോട്ട് കാണിക്കൂ. പിന്നെ കെച്ചപ്പ് കേട്ടോ. കെച്ചപ്പ് എത്ര വേണം? കെച്ചപ്പ് അല്ല, അതങ്ങനെ നോക്കിയിട്ട്. വിനെഗർ ആരെങ്കിലും ഒരാളുടെ രീതിയിൽ പോകും, അതാണ് നല്ലത്. എപ്പോഴും നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓവർ ആയി കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട്. നാരങ്ങയും കൂടി വേണം. കുറച്ചും കൂടെ തൈര് ഒഴിക്കണം. അതിൻ്റെ ഇടയിൽ സാലഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലൈമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊന്ന് എടുത്ത് ഈ കുരു എടുത്ത് ലൈമും കൂടെ ആഡ് ചെയ്തു. ഇനി യു പുട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി ഇതിനകത്ത് ഇച്ചിരി ലൂസാക്കാൻ വേണ്ടിയിട്ട് വി പുട്ട് വാട്ടർ. അതൊന്ന് അടുത്ത് കാണിച്ചേ. എനിക്ക് ഞാൻ കാണിക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാനുണ്ട്. ഓക്കെ, മറിച്ചിട്ട് നമ്മൾ റെഡിയാക്കിയതാണ്. അതിന് ഇനി മുറിച്ചാൽ മതി. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നഗ്ഗറ്റ്സ്. ഇത് റെഡിയാക്കുക ഇങ്ങനെ. ഓക്കെ, ഇത്ര പേസ്റ്റ് ഫോമിൽ മതിയോ? നോക്ക്, ഇത്ര പേസ്റ്റ് ഫോം മതിയോ? ഇത് കുറുകും. സോ യു ക്യാൻ പുട്ട് മോർ വാട്ടർ. ഓക്കെ, കുറച്ചുകൂടി വെള്ളം പിന്നെ ഇട്ടു കുറുകാൻ വേണ്ടിയിട്ട്. കുറുകാനല്ല, ലൂസാക്കാൻ. സോ ദാറ്റ് അവിടെ ഇടുമ്പോൾ കുറുകും. യെസ്. ഓക്കെ, ഇപ്പോൾ അമ്മ നഗ്ഗറ്റ്സ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഫൈനൽ ഇതിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഓരോ നഗ്ഗറ്റ് നമ്മൾ മൂന്നായിട്ട് നമ്മൾ മുറിച്ചതിന് ശേഷം അല്ലേ അന്നേരം അതിൽ സോസൊക്കെ പിടിക്കുള്ളൂ. ഓക്കെ, ഇനി എന്താണ്? ഇനിയിപ്പോൾ ഉണ്ടാക്കിയ ഈ മിശ്രിതം മിക്സ്ചർ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ തേനും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതെല്ലാം അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്. സോസ് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നഗ്ഗറ്റ്സും കൂടെ ആഡ് ചെയ്തു. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്താക്കുകയാണ്, ഒന്ന് ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യണം മൊത്തത്തിൽ. അതും കൂടെ മിക്സ് ചെയ്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ഫുഡ് ഈസ് റെഡി. നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ട് രണ്ടും കൂടെ നമുക്ക് കഴിക്കാം. വിശന്നിട്ട് എല്ലാം കൂടെ പണ്ടരടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നഗ്ഗറ്റ്സ് ചില്ലി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അമ്മ ഇത് പിടിക്കുക ഒരു മിനിറ്റ്. ഫ്രൈഡ് റൈസ് നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ട് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സുൽത്താൻജി സൈഡ് പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് സാലഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ സാലഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേഗം കഴിക്കണം. കാരണം എല്ലാവരും ഇവിടെ വിശന്നിട്ട് സ്വഭാവമൊക്കെ മാറി തുടങ്ങി. അപ്പം സ്വഭാവം അധികം കൊണ്ട് മാറുന്നതിന് നമുക്ക് ഫുഡ് കഴിക്കാം. അതായിരിക്കും നന്നാവാൻ തോന്നുന്നു. ഓക്കെ, മുഖം ഇങ്ങനെ ടയർഡായി തുടങ്ങി. നമ്മളൊക്കെ ഇങ്ങനെ ആയത് വിശന്നിട്ടാണ്. സമയം എത്രയാ? അത്ര സമയമല്ലേ? സമയം അത്ര ആയിട്ടില്ല. 1:30 സമയമാണ്. ഞാൻ കുളിച്ചതിന് ഫ്രഷ് ഫോട്ടോ എടുത്തോ, ഫോട്ടോ എടുത്തു. അപ്പം ഞങ്ങളുടെ ഫ്രൈഡ് റൈസ്, നഗ്ഗറ്റ്സ് ചില്ലി, സാലഡ്, വൂഫി, അച്ചാർ 3 പേരും റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഫുഡ് കഴിക്കാൻ. റെഡിയല്ലേ? അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ഇതിനിങ്ങനെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുവാണ് അകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. സോറിടാ. നമ്മുടെ ഫ്രൈഡ് റൈസ് ആൻഡ് നഗ്ഗറ്റ് ചില്ലി ആൻഡ് അത് ഡേറ്റ്സ് അച്ചാറല്ലേ? ഡേറ്റ്സ് അച്ചാറും സാലഡും എല്ലാം കൂടെ നമുക്ക് റെഡിയാക്കി ഇതെടുത്ത് അങ്ങോട്ട് പോകുന്നു, ഇതെടുത്ത് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, നമ്മൾ സെർവ് ചെയ്തതിന് ശേഷം കഴിച്ചോളൂ. ഹാപ്പി ആയിട്ട് കഴിച്ചോളൂ. ഹാപ്പി കസ്റ്റമർ. എങ്ങനെയുണ്ട് സുന്ദാൻറ്റി? ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് സുന്ദാൻറ്റി? അടിപൊളി. അടിപൊളി, അത് മാത്രം പറയാനുള്ളൂ. ഓക്കെ, ഇനി അമ്മ ഇത് ഇതിൻ്റെ നമുക്ക് അച്ചാറും കൂടി ഇടാം. നന്നായിട്ടുണ്ട്. അച്ചാറും കൂടി ഇട്ട് തരുമോ? എനിക്ക് വിശന്നിട്ട് മനുഷ്യൻ്റെ. ഓക്കെ, അപ്പം നമ്മുടെ
കൊണ്ട് കാണിച്ചു കൊടുക്കട്ടെ. ഓണാ, യെസ്. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ്, നഗറ്റ് ചില്ലി, അച്ചാറും സാലഡും എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്നാ ചില്ലി ചിക്കനോട് അച്ചാർ കഴിക്കുന്നതിന് എന്താ, നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല, നമുക്ക് എന്തും കഴിക്കും, അത്രേ ഉള്ളൂ. കഴിക്കാം. ടേസ്റ്റ് നോക്കട്ടെ ഒന്ന്. ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാം. വൂഫി നോക്കി നിപ്പുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, അവനിപ്പോൾ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഫുഡ് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിളിച്ചുകൊണ്ട് വരും. സാലഡിന് ഉപ്പ് വേണം. സാലഡിന് ഉപ്പ് വേണം. ടേസ്റ്റ് ഉണ്ടോ? ആദ്യം അച്ചാറിട്ട് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ്, അച്ചാറില്ലാണ്ട് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ്, അത്രേ ഉള്ളൂ. എൻ്റെ വൂഫേ ഇതാ ചോറ് അധികം നെയ്യൊന്നും ഇട്ടിട്ടില്ല. റെഡിയല്ലേ? അപ്പം ഒരു ബായ് പറ എല്ലാവരോടും. അപ്പോൾ ഗൈസ് ബൈ. നമ്മളെ ഫുഡൊക്കെ കഴിക്കട്ടെ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.